വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും കൂട്ടുപിടിച്ച് മൂന്നാം തവണയും അധികാരത്തിലെത്താമെന്ന വ്യാമോഹമായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്. പക്ഷേ അയ്യപ്പസ്വാമി അത് അത്ര വേഗം നടത്തിക്കൊടുക്കാൻ സാധ്യതയില്ല. ശബരിമല അയ്യപ്പ സംഗമം നടത്തി കോടിക്കണക്കിന് രൂപ ഭക്തരിൽ നിന്ന് പിരിച്ചെടുത്ത് ഭക്തരുടെ കണ്ണിൽ പൊടിയിട്ട് ഞാൻ വിശ്വാസിയാണെന്നും ഞാൻ വിശ്വാസ സംരക്ഷണത്തിനൊപ്പമാണെന്നും ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ തട്ടിക്കുട്ട് PR പരിപാടി, ആ പരിപാടി പമ്പയുടെ പുണ്യ പരിപാവനമായ ഭൂമിയിൽ നടന്നപ്പോഴേ ജനം വിധി എഴുതി, ഇത് വലുതെന്തോ വരാനിരിക്കുന്നു. സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. ആഗോള അയ്യപ്പ സംഗമം കൊടിയിറങ്ങി അധികം വൈകിയില്ല, ശബരിമലയിലെ ഓരോരോ തട്ടിപ്പുകളായി പുറത്തു വന്നു. ഒടുവിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയടക്കം ഇടതു സർക്കാരിന്റെ കാലത്ത് ഇളക്കിക്കൊണ്ട് പോയി എന്നും തിരികെ വെറും ചെമ്പ് സ്വർണ്ണ നിറം പൂശിക്കൊണ്ട്, ഏറ്റവും വില കുറഞ്ഞ സ്വർണ്ണ കളർ പൂശിക്കൊണ്ട് വന്നതാണെന്നും വരെയുള്ള വാർത്തകൾ പുറത്തു വന്നു. ഈ ഘട്ടത്തിൽ ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പിന്തുണച്ച NSS പ്രതിരോധത്തിലായി.